എല്ലാവർക്കും നമസ്കാരം. എന്റെ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? ഈ ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഒരു പ്രൊമോ സോങ് കൂടി ഉണ്ട്, അത് ഇവിടെ വെച്ചാണ് ലോഞ്ച്. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ മുന്നിൽ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ. ഞങ്ങളുടെ ആദ്യത്തെ പ്രൊമോഷൻ ഇവന്റ് ആണിത്. അത് ശരിക്കും ഒരു കോളേജ് മൂഡിൽ തന്നെ വന്ന് നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്യാമ്പസ് ഇതൊരു, എനിക്കറിയാം ഇത് ഡെൽറ്റ അങ്ങനെ നമ്മളൊരു ഒഫീഷ്യൽ ഒരു ക്യാമ്പസ് കോളേജ് ഇതല്ല, പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു ക്യാമ്പസ് അല്ലാന്ന് തോന്നുകയില്ല. അത് ഞങ്ങൾ പുറത്ത് നിന്നപ്പോഴേ കേട്ട ആ ശബ്ദം മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരും നവംബർ 14 തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇവന്റ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വി ആർ വെരി ഹാപ്പി. പിന്നെ നിങ്ങളുടെ എനർജി പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ടിന്. 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ആലപ്പുഴ ചിങ്കാനയ്ക്ക് ശേഷം കാർത്തികിന്റെ അടുത്ത മൂവി ഇതിൽ മൊട്ട പഫ്സ് ഒക്കെ ഉണ്ടോ? ഇല്ല. ഒരു പിക്കപ്പ് ലൈൻ. ഇല്ല, പിക്കപ്പിൽ ഞാൻ നിർത്തി. അതിന് പകരം ഇപ്പൊ പാട്ടിറങ്ങുന്നുണ്ടല്ലോ, അത് ഞാൻ എഴുതിയത്. അപ്പോ അത് കേൾക്കാൻ അത് പിക്കപ്പ് ലൈൻ പോലെ തന്നെയാണ്. ഇല്ല, സത്യമായിട്ട് എന്റെ ഇല്ല. ഇവിടെ മീഡിയ ഒക്കെ ഉണ്ട്, അവരെ എയറിലാക്കും പിക്കപ്പ് ലൈൻ. ചെടിയിലുണ്ട് വിത്ത്, ബുക്കിലുണ്ട് കുത്ത്, നീയല്ല എന്റെ മുത്ത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ 14-ാം തീയതി ഇറങ്ങുകയാണ്. എല്ലാവരും മാക്സിമം ഇപ്പൊ കാണുക. ഇവിടുത്തെ രണ്ടുപേരുടെ പ്രേമമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും പ്രേമമില്ല. അപ്പോൾ നിങ്ങൾ പോയി കാണുക. നല്ല സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പറയുക. താങ്ക് യു. പ്രേമമില്ല എന്ന് പറഞ്ഞു വന്നത് കറക്റ്റ് സ്ഥലത്തേക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ പെമ്പിള്ളാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രേമമില്ല എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഇഷ്ടംപോലെ പെമ്പിള്ളാരുണ്ട്. ഞാൻ ഈ ആക്ച്വലി ഈ പരിപാടിക്ക് ഓൺ ദി വേയിൽ കയറിയതാണ്. നമ്മളവിടെ കുറേ എൻ്റെ കോ ഡയറക്ടർ ആയിട്ടുള്ള CC അവിടെ ഓൾറെഡി VFX ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടത്തിലായതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയത്. ഈ പാട്ട് ഇപ്പോൾ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലേ ചെയ്യണമെന്നാണ്. നമ്മുടെ ഡെലുലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ഫെജോ ആണ് പാടിയിട്ടുള്ളത്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഓൺ ദി വേയിലുണ്ട്, ബിപിൻ അശോക്. ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ പുള്ളി ജോയിൻ ചെയ്യും. ഈ പടം നമുക്ക് 14th ലോഞ്ച് ചെയ്യാണ്. അപ്പം എല്ലാവരും കണ്ടിട്ട് ഒരു അതന്നെ സോറി ഒരു സിൻസിയർ ഫീഡ്ബാക്ക് എല്ലാവരുടെ അടുത്ത് നിന്ന് തന്നാൽ മതി. താങ്ക് യു. സോ യെസ്, അങ്ങനെ നമ്മള് അടുത്തതായിട്ട് പോകുന്നത്, ഞങ്ങൾ ആ ഒരു പാട്ടും സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു. അത് അല്ല, പാട്ട് ഇവിടെ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ളതേ അത് ആദ്യം അങ്ങ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയണമെന്നില്ല. അതായത് നമ്മള് ഇവരുടെ സോങ്ങിലെ അതിഭീകര കാമുകനിലെ ഒരു സോങ് ഇവിടെ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ഓൾറെഡി ഡയലോഗല്ലേ? അല്ല, ആക്ച്വലി കുറെ ആയി, ഞാൻ 3 വർഷമായിട്ട് ആ പടം ഇറങ്ങിയിട്ട്. എന്താ ഡയലോഗ് ഒന്നും പറഞ്ഞേ? പള്ളി കഴിഞ്ഞ് പോകുമ്പോ നിനക്ക് നല്ല മുട്ടപ്പത്തിനും ബീഫും മേടിച്ചു തരാട്ടാ. യെസ്, ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഹലോ, നമസ്കാരം. ഞാൻ നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ. ആക്ച്വലി നിങ്ങൾക്കറിയാലോ, നിങ്ങൾ സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ലവ് സ്റ്റോറി എടുത്താലാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുന്നത് ഒരു ലവ് സ്റ്റോറി എടുത്തു വെക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മുടെ കോണ്ടന്റ് റൈറ്ററാണ്. സോറി, ഞാൻ ഡെൽറ്റ കേരളയുടെ കണ്ടന്റ് റൈറ്ററാണ് സ്വാതി. നമസ്കാരം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ലവ് സ്റ്റോറി എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ അത് ക്രിഞ്ചായി പോകും, അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അതിഭീകര കാമുകൻ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ലവ് സ്റ്റോറി എന്ന രീതിയിൽ, അത് ക്രിഞ്ചാണോ, ഭയങ്കര അടിപൊളിയാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇതിൽ അതിഭീകര കാമുകൻ? ഇത് ശരിക്കും ഒരു കോളേജ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി മാത്രമല്ലാണ്ട് ഇതിൽ കുറെ ഹിഡൻ എലിമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ഈ ടീസറിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല, ഇതിൽ കുറെ ഓരോരുത്തർക്കും ഓരോ ഷെയ്ഡ്സ് ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ലവ് സ്റ്റോറി പോലത്തെ സംഭവം വരുന്നുണ്ട്. അതായത് അമ്മ, മോൻ, അതുപോലെ ഇവര് അനു, ഇവര് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ ഈ പടം ഞാൻ വേറെ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ പടം
അനൗൺസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫെബ്രുവരി 14-നാണ്, ഒരു വാലന്റൈൻസ് ഡേയുടെ അന്നാണ്. ഈ പടം അനൗൺസ് ചെയ്യുന്നത് ഈ കാണുന്നതിൽ ദീപ്തി ഗൗതം എന്ന് പറയുന്ന എൻ്റെ വൈഫാണ്. അപ്പൊ ഞാൻ ഈ പടം എൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയാണ് ഇതിന്റെ അപ്പൊ അറിയാലോ. അപ്പൊ ലവ് സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവർക്കും ലവ് സ്റ്റോറി ഉണ്ട്, എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതിൽ കൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവരും ഈ പടം കാണുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഫീൽ എന്തായാലും അത് ഉള്ളിൽ കൂടെ ഇങ്ങനെ ജനറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതുകൂടെ നമ്മളോട് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ ഡോസ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിജു ചേട്ടനാണ് അതിന് ഹീറോ ആയിട്ട്. ഷൂട്ട് ഓൾമോസ്റ്റ് സിജു വിൽസൺ അദ്ദേഹത്തിന്റെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് കരിയർ. അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? റിലീസ് ഡേറ്റ് എന്തെങ്കിലും ആവോ? ഇല്ല, ഡബിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. യെസ്, നിങ്ങളുടെ വിശേഷം പറ. ഇല്ല, ഇതാണ് ഇപ്പോൾ അതിഭീകരകാമുകൻ 14-ാം തീയതി റിലീസാണ്. അതിനിടയ്ക്ക് 7-ാം തീയതി ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ബബ്ബയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ബബ്ബ ഡിസംബർ ക്രിസ്മസിന് റിലീസാണ്. ബബ്ബ ഇതുപോലെ നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്, ഭയങ്കര ഹൈപ്പുള്ള ഒരു മൂവിയാണ്. ചെറിയ ഒരു കുഞ്ഞു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. യെസ്, വേറെ വിശേഷങ്ങൾ, വേറെ സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായിട്ട് വന്നും പോയേക്കും. സോ ഇനി ലുക്കുവിന്റെ ഈ സിനിമ നമ്മൾ നവംബർ 14-ന് റിലീസ് ആവുകയാണ്. സോ അടുത്ത പ്രൊജക്ട്സ് ഇപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ആക്ക എന്ന് പറഞ്ഞ സിനിമയാണ്. ഓ, നമ്മളെല്ലാരും വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഇനി ഒരു 60 days കൂടി ഉണ്ട്. അതായത് ഞാനുണ്ട് അതില് കാർത്തിയുണ്ട്. നീ എല്ലാ സിനിമയിലും ഉണ്ടോ? പിന്നെ ആസിഫ് അലി, നസ്ലൻ, വാമിക ഗപ്പി എല്ലാവരും ഉള്ള ഒരു സിനിമയാണ്. അതാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിലീസ് ചെയ്യാനുള്ളത് പുതിയ ഡയറക്ടർ മുഖേന അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ അതാണ് ബാക്കി മറ്റു ഭാഷകളിലേക്ക്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അല്ല, മറ്റു ഭാഷ ആദ്യം ഇവിടുത്തെ ഒന്ന് ശരിയാക്കിയിട്ട് ഒന്നുകൂടി ശരിയാക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഷ ഇവിടെ ഒന്ന് കലക്കി തെളിയട്ടെ അല്ലേ? അപ്പൊ എല്ലാവരും നവംബർ 14-ന് സിനിമ കാണുക. 15-നും 16-നൊക്കെ കാണാം കേട്ടോ, കുറേ ദിവസം. അപ്പൊ എല്ലാവരും സിനിമ കാണണം, അഭിപ്രായം അറിയിക്കണം. ഞങ്ങള് ഒരു ലവ് സ്റ്റോറിയാണ് ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു റൊമാൻറ്റിക് മൂവി ചെയ്യുന്നത്. അതിന്റെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു.